ഡിസ്റ്റിലറി അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭ നൽകിയ പ്രാഥമിക അനുമതി ഇന്ന് കോടതി റദ്ദാക്കിയിട്ടുള്ളത് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളുടെ മാത്രം പേരിലാണ്. സർക്കാരിനെതിരായിട്ടുള്ള വിമർശനമോ കുറ്റപ്പെടുത്തലോ ഒന്നും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം അതാണ്. മാത്രമല്ല, സർക്കാർ എടുത്ത തീരുമാനം നിയമപരമായിരുന്നു എന്ന് കോടതി അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളെ കാണാൻ കാത്തിരുന്നത് കോടതി വിധി അപ്ലോഡ് ചെയ്ത് വായിച്ച ശേഷം പറയാമെന്നതുകൊണ്ടാണ്. കോടതി വിധിയുടെ 6-ാം പേജ് ഞാനല്ല റെലവൻ്റായ ഭാഗം വായിക്കാം. It can only be held that the sanction granted is the previous approval as contemplated under Section 14 of the Abkari Act. അതായത് അബ്കാരി ആക്ടിന്റെ സെക്ഷൻ 14 പ്രകാരമുള്ള പ്രാഥമിക അനുമതിയാണ് കൊടുത്തിട്ടുള്ളത് എന്ന കാര്യം കോടതി അംഗീകരിച്ചു. എന്ന് പറഞ്ഞാൽ ഇവരുടെ വാദം ഇത് നിയമവിരുദ്ധമാണ് എന്നായിരുന്നു. അബ്കാരി ആക്ടിനെതിരാണ് എന്നതായിരുന്നു. അത് കോടതി അംഗീകരിച്ചിട്ടില്ല. നിയമപരമാണ് എന്നാണ്. സെക്ഷൻ 14 പ്രകാരമുള്ള അനുമതിയാണ്. രണ്ടാമത് ഒരു വാദം പ്രധാനമായിട്ട് എന്തായിരുന്നു? പഞ്ചായത്തുകളുടെ അനുമതി ഇല്ലാതെ സർക്കാർ പഞ്ചായത്തിന്റെ അനുമതി ഇല്ലാതെ കൊടുത്തു എന്നുള്ളതായിരുന്നു. ലൈസൻസ് എടുക്കാൻ പഞ്ചായത്തിന്റെ അനുമതി ഇല്ലാതെ ഇവർക്ക് പ്രാഥമിക അനുമതി കൊടുത്തു. പാരഗ്രാഫ് 12 പറയുന്നത് വി ആർ അണേബിൾ ടു എഗ്രി വിത്ത് അഫോർസ്ഡ് കണ്ടൻഷൻ. അതിനോട് കോടതി യോജിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ സർക്കാരിന്റെ നടപടിയിൽ ഈ പറഞ്ഞ ഇവരാരോപിക്കുന്ന ഒരു കാര്യത്തോട് കോടതി യോജിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് കോടതി ഇത് റദ്ദാക്കിയത്? കോടതി പറയുന്നുണ്ട് വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കാം എന്ന സമ്മതം അറിയിച്ചിരുന്നു. ആ സമ്മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിസഭ അനുമതി കൊടുക്കുന്നത്. എന്നാൽ പിന്നീട് ഹൈക്കോടതിയിൽ വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സമർപ്പിച്ച അഫിഡവിറ്റിൽ അതിൽ നിന്ന് പിന്നാക്കം പോയി എന്നാണ് കോടതി പറയുന്നത്. അപ്പോൾ സർക്കാർ തീരുമാനം ശരിയാണ്. കാരണം വാട്ടർ അതോറിറ്റിയുടെ സമ്മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തീരുമാനമെടുത്തത്. അതിൽ പറയുന്നുണ്ട്, കോടതി വിധി തന്നെ അത് പറയുന്നുണ്ട്. ദ ഗവൺമെന്റ് ഓർഡർ while granting the preliminary sanction had within its zone of consideration the consent given by the Kerala Water Authority and had reckoned the same. അതിനെ ആസ്പദമാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ട് എന്ന് കോടതി പറഞ്ഞിട്ടേ ഇല്ല. വാട്ടർ അതോറിറ്റി ആദ്യം വെള്ളം കൊടുക്കാന്നുള്ള സമ്മതം നൽകി, രേഖാമൂലമുള്ള സമ്മതം. അത് സർക്കാരിന്റെ മുമ്പിൽ വന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ എടുത്ത തീരുമാനം. അപ്പോൾ ഒന്ന്, സെക്ഷൻ 14 അബ്കാരി ആക്ട് പ്രകാരം ഉള്ള പ്രിലിമിനറി സാങ്ഷനാണ് ഗവൺമെന്റ് നടത്തിയത് എന്നാണ്. ഒന്ന്, അതിന് സർക്കാരിന്റെ ഭാഗത്തിട്ടില്ല. രണ്ട്, വെള്ളം കൊടുക്കാമെന്ന് വാട്ടർ അതോറിറ്റി നൽകിയ കൺസെന്റിന്റെ സമ്മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തീരുമാനിച്ചത്. വ്യക്തമായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീട് വാട്ടർ അതോറിറ്റി കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ അതിൽ നിന്ന് പിന്നാക്കം പോയി. അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഏരിയയോട് ചേർന്ന് എന്നാണ്. പക്ഷെ ഇത് അതിന് 5 കിലോമീറ്റർ അപ്പുറത്ത് എലപ്പുള്ളി പഞ്ചായത്തിലാണ് എന്ന വാദവും ആണ് കോടതി പറഞ്ഞത്. ഈ രണ്ട് കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവസാനം കോടതി പറഞ്ഞത് this will not preclude a fresh consideration of any application by the government if made on the basis of the necessary inputs. ആവശ്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ ആപ്ലിക്കേഷൻ തന്നാൽ അത് പരിഗണിക്കുന്നതിന് ഇത് തടസ്സമല്ല എന്നാണ്. അപ്പോൾ സർക്കാരിനെതിരെ എന്തോ കിട്ടിപ്പോയി എന്ന നിലയിൽ ആർക്കും ആഘോഷിക്കാൻ വകുപ്പില്ല എന്ന് കോടതിയുടെ വിധി വ്യക്തമാക്കുന്നുണ്ട്. സർക്കാരിനെ ഒരു തരത്തിലും കുറ്റപ്പെടുത്തിയിട്ടില്ല. നടപടിക്രമങ്ങളാണ്. പുതിയ ആപ്ലിക്കേഷൻ പരിശോധിക്കാൻ തടസ്സമില്ലാതെന്ന് പറഞ്ഞിട്ടുണ്ട്.